തന്തൂരി ചിക്കൻ. ചിക്കൻ 250 ഗ്രാം, സാറാസ് ബട്ടർ ചിക്കൻ മസാല, എണ്ണ, ഉപ്പ്. തന്തൂരി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടോസ്റ്റിലാണ് ചെയ്യാൻ പോകുന്നത്. തന്തൂരി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ തന്തൂരി ചിക്കൻ വീട്ടിലുണ്ടാക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ നമുക്ക് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് സാറാസ് ബട്ടർ ചിക്കൻ മസാല വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മാരിനേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സാറാസ് ബട്ടർ ചിക്കൻ മസാലയിൽ 2 ഗ്രേവി ഉണ്ട്, 2 പാക്കറ്റ്സ് ഉണ്ട്. ഇതാണ് നമ്മൾ ചിക്കനിൽ സാധാരണ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇത് ആദ്യം നമ്മൾ തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഫസ്റ്റ് മാരിനേഷനായിട്ട് ഈ ഒരു ഗ്രേവിയാണ് കൊടുക്കേണ്ടത്. ഈ സാറാസ് ബട്ടർ ചിക്കൻ മസാലയുടെ പ്രത്യേകത, എല്ലാ മസാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ കത്രിയേണ്ടതെന്ന് ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ തന്നെ നമുക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക, കീറിയെടുക്കാൻ പറ്റും. കത്രിയേണ്ടതെന്ന് ആവശ്യമില്ല. ഈ മസാല ഇതൊരു ഏകദേശം 250 ഗ്രാം വരുന്ന ഒരു പീസാണ്. അതിലേക്ക് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെറിയ പാക്കറ്റിലുള്ള ആ മസാലയാണ് തേക്കുന്നത്. 2 ഭാഗത്തും കുറച്ച് ഉപ്പ്, 2 സൈഡിലും ചെറിയ പാക്കറ്റിനുള്ള മിക്സ് എടുത്തിട്ട് കൊടുക്കണം. ഇത് കുറച്ച് സമയം ഒന്ന് ഈ മസാലയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് ശേഷം നമുക്ക് വലിയ പാക്കറ്റിലുള്ള അതിൽ നിന്നെടുത്ത് മസാല മിക്സ് ചെയ്യാം. മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇതിലിപ്പോൾ സാറാസ് ബട്ടർ ചിക്കൻ മസാലയിലെ ചെറിയ പാക്കറ്റ് 2 പാക്കറ്റിൻ്റെ അതിലെ ചെറിയ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കുറച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് ഈ മസാല നന്നായിട്ട് അതിലേക്ക് പിടിക്കും. അതിന് ശേഷം ബാക്കിയുള്ളത് ചേർക്കാം. ഇനി നമ്മൾ ചെയ്യാനുള്ളത് സാറാസ് ബട്ടർ ചിക്കൻ മസാലയിൽ വലിയ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഇനി ചേർക്കാനുള്ളത്. ഇവിടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. 2 ഭാഗത്തും ചെയ്യണം. ഏകദേശം നമ്മളിപ്പോൾ ഒരു വലിയ പാക്കറ്റിന് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ നമ്മൾ ചേർത്തിട്ടുണ്ടാവും. നല്ല സ്പൈസി ആവണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അപ്പോൾ ഇതിൽ എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ഇതിലൊന്നും ചേർക്കാനില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. അരമണിക്കൂർ വെച്ചു. നമ്മൾ 2 മാരിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മാരിനേഷൻ കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് രണ്ടാമതും കൊടുത്തു. ഇനി നമുക്കത് ടോസ്റ്ററിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. തന്തൂരി വേണമെങ്കിൽ കുറച്ച് മല്ലിയില നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അതേപോലെ കസൂരി മേത്തി വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാം. മുകളിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്താൽ നല്ലതാണ്. ഇനി ഓയിൽ ഒട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തന്നെ ചെയ്യാം. തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. എടുക്കാം. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പെട്ടെന്നുണ്ടാക്കി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് സാറാസ് ബട്ടർ ചിക്കൻ മസാലയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു തന്തൂരി ചിക്കനാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. ട്രൈ ചെയ്യാം.